ഹായ് ഓൾ. ഇന്ന് നമ്മൾ ബി എ ഇംഗ്ലീഷിൻ്റെ 4th സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നോക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു ക്ലാസിക്കൽ ക്രിറ്റിസിസം 1 ഏർലി പാത്വേസ് ടു ക്രിട്ടിക്കൽ തോട്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. സോ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് 6 ക്ലാസിക്കൽ കാറ്റഗറീസ് ഓഫ് തോട്ട് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് രസ ആൻഡ് ഭാവ ഫ്രം ഇന്ത്യ, അത് ഇന്ത്യയിലുള്ളതാണ്. ഗ്രീസിലുള്ള റെട്രിക് ആൻഡ് ലോഗോസ്, ആൻഡ് ജപ്പാനിൽ നിന്നുമുള്ള യൂജൻ ആൻഡ് വാബിസ. അപ്പോൾ ഈ 4 ക്ലാസിക്കൽ കാറ്റഗറീസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രാസ എന്ന് പറയുന്ന തിയറി ഭാരതയുടെ നാട്യശാസ്ത്ര എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് ടെക്സ്റ്റിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹം കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാസ എന്ന് വെച്ചാൽ മീനിങ് എന്ന് പറയുന്നത് എസെൻസ് അല്ലെങ്കിൽ ടേസ്റ്റ് എന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ നാവ് പല ടേസ്റ്റുകൾ രുചിച്ചറിയുന്ന പോലെ മൈൻഡിനും ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള എസെൻസസ് ഉണ്ട്. അതും ആർട്ടിലാണ് ഉള്ളത്. സോ ഭാരത 8 രസാസാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ശൃംഗാര വിച്ച് മീൻസ് ലവ്, ഹാസ്യ എന്ന് വെച്ചാൽ ഹ്യൂമർ, കരുണ മീൻസ് കമ്പാഷൻ, രൗദ്ര ആങ്കർ, വീര ഹീറോയിസം, ഭയാനക ഫിയർ, ബീഭത്സ ഡിസ്ഗസ്റ്റ് ആൻഡ് അത്ഭുത വണ്ടർ. ഇതിനുശേഷം അഭിനവ ഗുപ്ത ഇതിലേക്ക് 9ാമത്തെ ഒരു രസ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ശാന്തത മീൻസ് ട്രാങ്ക്വിലിറ്റി അല്ലെങ്കിൽ പീസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു രസ എന്ന് പറയുന്ന ഈ ഒരു ഇവോക്കേഷൻ, രസയുടെ ഇവോക്കേഷൻ ഓർഡിനറി ആയിട്ടുള്ള ഇമോഷൻസിനെ ഒരു യൂണിവേഴ്സലൈസ്ഡ് ഈസ്തറ്റിക് എക്സ്പീരിയൻസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ട്രാജിക് പ്ലേ കണ്ടിട്ട് കണ്ണീരൊഴുക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ പേഴ്സണൽ ഗ്രീഫിനോട് നമുക്കുണ്ടാകുന്ന ഒരു സങ്കടം, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത്. അത് രണ്ടും വ്യത്യസ്തമാണ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് കാളിദാസൻ്റെ ശാകുന്തള എന്ന് പറയുന്ന ആ ഒരു സംഭവം, അത് ശൃംഗാര രസമാണ് ഇവോക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഭവഭൂതീസ് ഉത്തരരാമചരിതം, അതൊരു കരുണ രസമാണ് ഇവോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഭാവ. ഭാവ എന്ന് പറയുന്ന സോഴ്സിലൂടെയാണ് രസ എന്ന് പറയുന്ന ഔട്ട്കം വരുന്നത്. ഭാവ മീൻസ് ഇമോഷനാണ്, നമ്മുടെ ഒരു ഇമോഷനെ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഭാരത 3 ടൈപ്പ് ഭാവാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് സ്ഥായി ഭാവ, ദാറ്റ് മീൻസ് പെർമനൻറ്റ് ഇമോഷൻസ് ആണ്. അതായത് ലവ്, ആങ്കർ, സോറോ പോലെയുള്ള പെർമനൻറ്റ് ഇമോഷൻസ് ആണ് സ്ഥായി ഭാവ. ദെൻ വ്യഭിചാരി ഭാവ, ദാറ്റ് മീൻസ് ട്രാൻസിറ്ററി സ്റ്റേറ്റ്സ്, അതായത് അസൂയ, സംശയം, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ദെൻ സാത്വിക ഭാവ, ദാറ്റ് മീൻസ് ഇൻവോളണ്ടറി എക്സ്പ്രഷൻസ്, അതായത് ട്രെംബ്ലിങ് അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു, കണ്ണീരൊഴുകുന്നു, അല്ലെങ്കിൽ ഒരു ഷോക്ക്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് സാത്വിക ഭാവയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാവാസ് ഒരു സിറ്റുവേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതാണ് വിഭവാസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ഇമോഷൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സിറ്റുവേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ചില എക്സ്പ്രഷൻസ്, അതായത് ഗെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പീച്ചൊക്കെ ആയിട്ട് ഔട്ട്കം വരുന്നതാണ് അനുഭാവാസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ വിഭാവ അനുഭാവം ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോഴാണ് രസ എന്ന് പറയുന്ന ആ ഒരു തിയറി, അത് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ ഭാരത ഒരു മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആസ് വേരിയസ് കോണ്ടിമെൻറ്റ്സ് ആൻഡ് സ്പൈസസ് പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ടേസ്റ്റ്സ്, സോ ഡു വേരിയസ് പവേഴ്സ് വെൻ കമ്പൈൻഡ് പ്രൊഡ്യൂസ് രസ. നമ്മൾ സ്പൈസസ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ സ്പൈസസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാവങ്ങൾ അല്ലെങ്കിൽ ഭാവാസ് കമ്പൈൻ ചെയ്യുമ്പോൾ രസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഇന്ത്യൻ ഈസ്തറ്റിക്സിൻ്റെ സൈക്കോളജിക്കൽ റിയലിസമായിട്ടൊക്കെ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ആക്ടർ എപ്പോഴും ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയൊക്കെ കാണിക്കണം, അല്ലാതെ വെറുതെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയല്ല വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൺവിൻസിങ് വേയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഭാവാസ് ഓഡിയൻസുമായിട്ട് ഒന്ന് റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു ഈസ്തറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് രസം ഉണ്ടാകുന്നത്, അങ്ങനെയാണ് നമുക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് പ്രഷർ ഉണ്ടാകുന്നത്. അപ്പം ഇതാണ് മെയിനായിട്ട് നാട്യശാസ്ത്രം എന്ന് പറയുന്ന രസഭാവ എന്ന് പറയുന്ന തിയറി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.